ഹായ് ആളെല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും നമ്മളുടെ പ്രിയപ്പെട്ട നടന്മാരുടെയൊക്കെ ഇപ്പൊ ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും അങ്ങനെ തലപതി ആയാലും അങ്ങനെ അവരുടെയൊക്കെ ഫാൻ ഷോയ്ക്ക് പോയിട്ട് തിമിർക്കാനായിട്ട്, അതായത് മലൈക്കോട്ടെ വാലിബൻ പോലുള്ള പടങ്ങൾക്കല്ല, അല്ലാതെ ഒരു കംപ്ലീറ്റ് അടിപ്പടം അല്ലെങ്കിൽ മാസ് പടമൊക്കെ വരുമ്പോഴത്തേക്കും ഫാൻ ഷോയ്ക്ക് പോയിട്ട് തിമിർക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ആ ഒരു വൈബ്. ഫാൻ ഷോയ്ക്ക് പോയിട്ട് കിട്ടുന്ന ആ ഒരു വൈബ്, പിന്നെ സിനിമ നമുക്ക് എപ്പോൾ ചെന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒരു ഫാൻ ഷോ വൈബ് പിന്നെ കിട്ടത്തില്ല. നിങ്ങളും ഫാൻ ഷോയ്ക്കൊക്കെ പോയിട്ട് തകർത്ത് കാണുമല്ലോ. ഏതെങ്കിലും മമ്മൂക്കയുടെയോ ലാലേട്ടന്റെയോ തലപതിയുടെയോ ഡിക്യുവിന്റെയോ ഒക്കെ ഫാൻ ഷോയ്ക്കൊക്കെ പോയി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫാൻ ഷോയ്ക്ക് പോയി കാണുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ആ ഒരു ഫാൻ ഷോ ഏത് പടത്തിൻ്റെതാണെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കേട്ടാ. എനിക്ക് അങ്ങനെയുള്ള ഒരു പടം എന്ന് പറയുന്നത് ഈ അടുത്ത് ലിയോ കണ്ടായിരുന്നു. ലിയോയുടെ ഫാൻ ഷോ ഉണ്ടായിരുന്നു. അത് കണക്ക് തലപതിയുടെ തന്നെ മെർസൽ, കത്തി, അങ്ങനെയുള്ള ഫാൻ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് നല്ലൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നൽകിയത്. അപ്പം ഒരുപാട് ഫാൻ ഷോസ് മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പൊ ലാലേട്ടന്റെ ലൂസിഫർ, അത് കണക്ക് പുലിമുരുകനൊക്കെ ഫാൻ ഷോ മിസ്സായ പടങ്ങളാണ്, ഓരോരോ കാരണങ്ങൾ കൊണ്ട്. അപ്പൊ എന്തായാലും ഞാൻ നമ്മുടെ ലാലേട്ടന്റെ ഫാൻ ഷോയ്ക്ക് പോയിട്ടുണ്ട്, തലപതിയുടെ പോയിട്ടുണ്ട്, DQ ദുൽഖർ സൽമാന്റെയും ഫാൻ ഷോയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ പോവാൻ പറ്റാതിരുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ഒരു ഫാൻ ഷോയ്ക്ക് പോലും ഇതുവരെയായിട്ടും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ പോകും. ഓക്കെ, അപ്പൊ എന്തായാലും മമ്മൂക്കയുടെ ഫാൻ ഷോയുടെ തിയേറ്റർ റെസ്പോൺസിന്റെ ഒരു കോമ്പിലേഷൻ വീഡിയോ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഏതൊക്കെ പടങ്ങളിലാണ് വന്നിരിക്കുന്നതെന്നും ഫാൻസിന്റെ റിയാക്ഷൻ റെസ്പോൺസ് എങ്ങനെയാണെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം. റെഡി? ഓ, ആദ്യത്തേത് ക്രിസ്റ്റഫറിന്റെ ആണെന്ന് തോന്നുന്നു. ക്രിസ്റ്റഫർ അല്ലേ ആണെന്ന് തോന്നുന്നു. ഓ, മാസ്റ്റർ പീസ്. ഇത് കൊല്ലത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് തുടങ്ങാട്ടാ, എന്റെ സ്വന്തം കൊല്ലം. ഞാൻ പഠിച്ച കോളേജ് ഷൂട്ട് ചെയ്തോടാ. ഓ, എൻട്രി ഒക്കെ പൊളിയായിരുന്നു, പക്ഷെ പടം പോരാ. ഷൈലോക്ക് ഈ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മെറ്റീരിയൽ ആണ്, പക്ഷെ അല്ലാതെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഓ, ഫാൻസ് ഏറ്റവും കൂടുതൽ ആർമാദിച്ച പടം കേട്ടോ ഷൈലോക്ക്. ഓ, മമ്മൂക്ക ഭീഷ്മപർവം. ആ, രാജമാണിക്കോ? ഇത് റീ റിലീസ് ആണ് കേട്ടോ. ഇതൊക്കെ എപ്പോ റീ റിലീസ് ചെയ്ത്? ഇമാതിരി പടമൊക്കെ ഇനിയും വരണം. എന്തായാലും മമ്മൂക്ക ഫാൻസ് ഒക്കെ അങ്ങോട്ട് തകർക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. എന്തായാലും അടുത്ത തന്നെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം റിലീസ് ആവുന്നുണ്ട്. എന്തായാലും അതിന് ചിലപ്പോൾ ഫാൻ ഷോസ് ഒന്നും കാണത്തില്ല, അത് അങ്ങനെ ഒരു പടമാണ്. ഇനി അടുത്ത ഫാൻ ഷോസ് വരാനായിട്ടുള്ള സാധ്യത ടെർബോ. അതൊരു ഇടിപ്പടം, മാസ് പടമാണ്. അത് അങ്ങനെയുള്ള ഒരു വൈബിൽ ഇരുന്ന് കാണേണ്ട പടമാണ്. ഞാൻ ടെർബോയ്ക്ക് ഫാൻ ഷോയ്ക്ക് തന്നെ പോയിരിക്കും. അത്രേ ഉള്ളൂ.